JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനി 3-ാം ഭാവത്തിൽ വരുമ്പോൾ എന്താണ് ഫലം എന്നുള്ളതാണ്. 3-ാം ഭാവം പൊതുവെ പാവഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ശനിക്കും സൂര്യനും ചൊവ്വായ്ക്കുമൊക്കെ ഇഷ്ടഭാവമായിട്ട് വരുന്ന ഒരു രാശിയാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ ശനി വന്നാൽ എന്താണ് ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. ധനം ധാരാളമുണ്ടാകും, സുഖമെല്ലാം തികഞ്ഞിടും, വാഹനം പലതുണ്ടാകും, ബുദ്ധിശക്തി കുറഞ്ഞിടും, ഉത്കൃഷ്ടശീലമാം ഏറ്റം പരാക്രമം 3-ാം ഭാവത്തിൽ സൂര്യപുത്രൻ ചെന്ന് നിൽക്കുകയും. ഇവിടെ 3-ാം ഭാവത്തിൽ ഈ പറഞ്ഞതുപോലെ ധനപരമായ ലാഭം, വാഹന ലാഭം ഇതെല്ലാം ഉണ്ടാകുമെന്നാണല്ലോ ഈ പറഞ്ഞത്. അപ്പോൾ സൂര്യബന്ധം ഒന്ന് വന്നാൽ, ഇപ്പം 3-ാം ഭാവത്തിലെ ശനി, ആ 3-ാം ഭാവത്തിൽ മറ്റൊരു ഭാവനായ ആദിത്യൻ വന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അതിനും 3-ാം ഭാവം ഇഷ്ടരാശിയാണ്. അപ്പം അങ്ങനെയാണ് വരുന്നതെങ്കിൽ സർക്കാർ സംബന്ധമായ ഒരു ബന്ധം അതിൽ വരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതല്ലെങ്കിൽ അധികാരികളിൽ നിന്ന്, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും നമുക്കുണ്ടാകുന്ന ലാഭം. അത് ചിലപ്പോൾ പാരിതോഷികമാകാം, അവാർഡാകാം, അതുപോലെ സാധാരണഗതിയിലല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു ധനലാഭമാകാം, ഇങ്ങനെ ബഹുമതിയാകാം, ഇങ്ങനെ പല കാര്യങ്ങളും ആകാം. ഈ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അവാർഡ് കിട്ടുക, പദവി കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളത്. അതുപോലെ ചില ഓരോ ഘട്ടങ്ങളിലും ഓരോ മുന്നണികൾ ഭരണത്തിൽ കയറുമ്പോൾ അവിചാരിതമായിട്ട് ചില പദവികൾ പലർക്കും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആകാം. അതാണ് ഈ സൂര്യനുമായിട്ട് ഒരു ബന്ധം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം. പിന്നെ വാഹനയോഗം, ആവശ്യം പോലെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വാഹനങ്ങളൊക്കെ കിട്ടും. നല്ല നേതൃത്വം, ഒരു ഏത് കാര്യത്തിൻ്റെ ആയാലും ഒരു മുന്നണി പോരാളി അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഉള്ള ഒരു അവസ്ഥ വരാം. അതുപോലെ യോഗങ്ങളിൽ, യോഗം ചേരുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന അവസ്ഥയാണല്ലോ യോഗം. അപ്പോൾ എങ്ങനെ ഏതെങ്കിലുമൊക്കെ മീറ്റിംഗ് നടക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ 10 പേര് കൂടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്ന അവസരങ്ങളിൽ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വേദിയിൽ ഇവർക്കൊരു പ്രാധാന്യവും ഒരു നേതൃസ്ഥാനവും ഒരു ചുമതലയും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു. അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടെങ്കിലും ആ കാര്യത്തിൻ്റെ നടത്തിപ്പുകാരനായിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു മുൻപന്തിയിലുള്ള ഒരു ഘടകം അനുകൂലമായിട്ട് നമുക്ക് വരാം 3-ൽ ശനി ഒക്കെ നിൽക്കുന്നവർക്ക്. പിന്നെ ഈ 3-ലെ ശനി മറ്റൊരു തരത്തിൽ പറയുന്നത്, ഇവരൊരു ഭക്ഷണപ്രിയർ ആയിരിക്കില്ല എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും അവർ തിന്നും എന്ന് പറഞ്ഞാൽ, ഇന്നത് കിട്ടിയാലേ ഞാൻ ഭക്ഷിക്കൂ എന്നുള്ള പ്രവണതയൊന്നുമില്ല. എന്ത് കിട്ടിയാലും അവർ ഭക്ഷിക്കും എന്നുള്ളതാണ്. പിന്നെ സഹോദരങ്ങളുമായും പരിസരവാസികളുമായും കൂടെ നിൽക്കുന്നവരുമായിട്ടൊക്കെ, ഇപ്പം 3-ാം ഭാവം എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനം വരും. അതുപോലെ 3-ാം ഭാവം അയൽപക്കമാണ്. അപ്പോൾ പരിസരവാസികൾ, അല്ലെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ജോലിയിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും സംരംഭമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നിൽക്കുന്നവർ. ഇനി രാഷ്ട്രീയക്കാരാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഈ അയൽവാസികൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ആ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് ഇവർ ശൂരന്മാരും എന്ന് പറഞ്ഞാൽ കോപിക്കുന്നവരും, അതുപോലെ സാഹസികമായിട്ടൊക്കെ വരും. സാഹസികമായിട്ടെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം ആര് പറഞ്ഞു നടക്കത്തില്ലെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു വീരവാദവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ വരാം. പിന്നെ ഇവരെ സംബന്ധിച്ച് ശത്രുത തോന്നിയാൽ, ഇപ്പോൾ ഒരാളിനോട് വിരോധം തോന്നിയാൽ അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാറത്തൊന്നുമില്ല. ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു സംഭവം കഴിയുമ്പം അവരുടെ മനസ്സിൽ നിന്ന് അത് മാറും. എന്നാൽ ഈ 3-ൽ ശനി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരാളിനോട് ഒരു വിരോധം തോന്നിയാൽ അത് പെട്ടെന്നങ്ങ് അവസാനിക്കുകയോ പെട്ടെന്ന് ഇല്ലാതാകുകയോ ഒന്നും ചെയ്യുന്ന
അല്ലെങ്കിൽ അങ്ങ് മറക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരൻ അല്ല. 3-ലെ ശനി 5-ലും ലഗ്നാൽ 9-ലും 12-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 3-ലും 7-ലും 10-ലും ഒക്കെ പൂർണ്ണ ദൃഷ്ടി വരും. കാരണം ശനിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ 3-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും ഒക്കെ പൂർണ്ണ ദൃഷ്ടി വരും. അപ്പൊ ഇങ്ങനെ ഈ ഭാവവും ഭാവാധിപനും ശുഭദൃഷ്ടി യോഗങ്ങൾ ലഭിച്ചാൽ പല മാർഗത്തിലും ധനലാഭം ഉണ്ടാകും എന്നുള്ള. കാരണം ഇവര് ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളുണ്ടല്ലോ. ഇപ്പം 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പൊ ആ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പിന്നെ 7-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും ഒക്കെ ദൃഷ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഏതേത് ഭാവത്തിൽ വരുന്നു, അത് ഏത് രാശിയിൽ വരുന്നു, അപ്പൊ ഏത് ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധം വരുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ 3-ാം ഭാവമായിട്ട് ധനു, മീനം, മകരം, കുംഭം, മുമ്പേ പറഞ്ഞതുപോലെ ശനിക്ക് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ശനിക്ക് ഇഷ്ടഭാവങ്ങളായ വ്യാഴത്തിൻ്റെ രാശികളായ ധനു, മീനം, അതുപോലെ തന്നെ ശനിയുടെ രാശി തന്നെയായ മകരം, കുംഭം, ഉച്ചരാശിയായ തുലാം, ഇങ്ങനെയൊക്കെയുള്ള രാശിയിലാണ് ഈ 3-ാം ഭാവമായിട്ട് ശനി നിൽക്കുന്നത് എങ്കിൽ വിദ്യയും അതുപോലെ സമ്പത്തും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും ഒരുപാട് ഗുണങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയൊക്കെ ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 3-ാം ഭാവം സഹോദര സ്ഥാനം, അല്ലെങ്കിൽ പരിസരം, അല്ലെങ്കിൽ അയൽവക്കം എന്ന് മാത്രമല്ല കോൺഫിഡൻസ് ആണ്. നല്ല ഒരു മനോധൈര്യം. ഏത് കാര്യത്തിലായാലും അത് നടത്താൻ പറ്റും, ഞാൻ വിചാരിച്ചാൽ സാധിക്കും, അത് സാധിക്കണം എന്നുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടാകണമല്ലോ. ഉള്ളത് കൊണ്ടാണ് ഇവര് ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോയി അത് വിജയിപ്പിക്കാൻ ഇവർക്ക് നന്നായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് 3-ല് ശനി നിൽക്കുമ്പോൾ നല്ല കാര്യപ്രാപ്തിയും ഉദാര മനസ്സതിയും കുടുംബ ചുമതല വഹിക്കുന്നതിൽ, അതിനെ നിയന്ത്രിക്കുന്നതിൽ നല്ല ഒരു പങ്കും. കാരണം കുടുംബകാര്യമൊക്കെ നോക്കാൻ ഇവർ കുടുംബഭരണം, വീട്ടുഭരണമൊക്കെ നോക്കാനൊക്കെ വളരെ മിടുക്കുള്ളവരായി 3-ാം ഭാവത്തിൽ അല്ലെങ്കിൽ 3-ൽ ശനി നിൽക്കുന്നവർ. കാരണം കുടുംബ ചുമതല, വീട്ടു ചുമതല അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വീട് എങ്ങനെ ചുമതല നടത്തിക്കൊണ്ട് പോകണം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം ഇവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം എന്നുള്ളത്. അതുപോലെ സഹായങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരും നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുന്ന കുടുംബക്കാർക്കും വീട്ടുകാർക്കും അതുപോലെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു നല്ല കാര്യവും ഇവരെ സംബന്ധിച്ചുണ്ട്. അതുപോലെ ഈ ചിലരൊക്കെ ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി കിട്ടാനോ, കാരണം ഗ്രാമം അതുപോലെ തന്നെ പുരം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ആധിപത്യം പറയുന്നുണ്ട് ശനിക്ക്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ള സാധാരണ ഓഫീസുകളിലോ സർക്കാർ ജോലിയാണെങ്കിൽ, ഇപ്പം പഞ്ചായത്ത്, വില്ലേജ്, ആരോഗ്യ കേന്ദ്രം, ഇതൊക്കെ ഗ്രാമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് എല്ലായിടും ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് തൊഴിൽ സാധ്യതയുണ്ട്. ഇനി അതുമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരല്ലെങ്കിൽ പോലും ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് നിന്നാലും, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ പോലും ചിലപ്പോൾ ഇവർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാനൊക്കെ സാധിക്കുന്ന ജനപ്രതിനിധി, അത് സംഘടനാപരമായിട്ട് രാഷ്ട്രീയത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള പുരോഗതിയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു നേതൃസ്ഥാനം കിട്ടാൻ ഇവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടം വരിക, അവർ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കും. ഏത് കാര്യത്തെ നേരിടാനും നല്ല ധൈര്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരങ്ങനെ പേടിച്ച് ഓടത്തൊന്നുമില്ല. പിന്നെ സഹോദരങ്ങളുമായിട്ട് ഈ ശനി ആയതുകൊണ്ട്, 3-ലെ ശനി ആയതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസമോ നീരസമോ ഒക്കെ ചിലപ്പോൾ വന്നുകൂടായികയില്ല എന്നുള്ളത്. അത് ഈ ഓരോരുത്തരുടെയും സ്വഭാവവും പിന്നെ അവരുടെ ശീലങ്ങളുമൊക്കെ അത് ഇവർക്ക് അല്ലെങ്കിൽ പൊതുവെ അത് നല്ലതല്ല എന്ന് തോന്നിയാൽ ഇവർ തുറന്നു പറയുകയും അതിൻ്റേതായ നീരസങ്ങൾ, കാരണം ഇങ്ങനെയൊക്കെയുള്ള നല്ല രാശിയിൽ നിൽക്കുന്ന ശനി നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ
പറയുമ്പം അങ്ങനെ ചിന്തിക്കുന്നവർ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വീട്ടിലുള്ളവരുടെ കാര്യമായാലും ചിലപ്പോൾ വിമർശിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളിൽ ചിലപ്പോൾ പലർക്കും അങ്ങനൊരു നീരസം ഉണ്ടാകാം. ശനി മോശമായ രാശിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു മോശ അനുഭവം വരുന്നത്. പിന്നെ ചിങ്ങം, വൃശ്ചികം, മേടം, കർക്കിടകൻ രാശി 3-ാം ഭാവമായി ശനി നിന്നാൽ ശനിയുടെ ഫലം അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല. ഈ പറഞ്ഞതുപോലെ വളരെ നല്ല നല്ല ഫലങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3-ാം ഭാവത്തിന് പറഞ്ഞ കാരകത്വം അനുസരിച്ച് പല കാര്യങ്ങളിലും ചിലപ്പോൾ അല്പം മെച്ചമല്ലാത്ത ഒരനുഭവം ഉണ്ടായെന്നും വരാം. പിന്നെ ഈ ചിങ്ങം, വൃശ്ചികം, മേടം, കർക്കിടകം രാശിയിലൊക്കെ ശനി നിൽക്കുന്നവർക്ക് ഈ ശനിയുടെ ദശാപഹാരങ്ങൾ വരുമല്ലോ. അപ്പം അങ്ങനെ വരുന്ന കാലങ്ങളും അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. പിന്നെ മറ്റൊന്ന് ചാരവശാൽ ഇപ്പം കണ്ടകശനി, ഏഴരണ്ട ശനി, ജന്മശനി ഇങ്ങനെയൊക്കെയുള്ള ശനിദോഷ കാലങ്ങൾ വരും. അപ്പം ശനി മോശമായ രാശിയിൽ മോശമായ ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ചാരവശാലും അതുപോലെ തന്നെ ഗോചരത്തിൽ ഇവർക്ക് ശനി മോശമായ അവസ്ഥയിൽ സഞ്ചരിക്കുന്ന കാലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ശനിയെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ നിന്നാൽ എങ്ങനെയാണ് ശനിയുടെ ഗുണദോഷ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യമാണ്. എങ്കിലും നമ്മളിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് ഈ വീഡിയോ. ഇത് ഒരുപാട് സമയമൊന്നും ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കാരണം വളരെ ചുരുക്കി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിസ്തരിക്കാനാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറേ സമയം വിസ്തരിച്ച് പറയാൻ പറ്റും. അത്രയും സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി നിർത്തുന്നു. നന്ദി, നമസ്കാരം.